പൊതുനിരത്തിൽ നിസ്സാര കാരണങ്ങൾക്ക് വാഹനങ്ങൾ തമ്മിൽ ഉരസിയെന്നോ ഉച്ചത്തിൽ ഹോൺ അടിച്ചു എന്നോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു, സൈഡ് നൽകിയില്ല എന്നീ കാരണങ്ങളൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് അത് അക്രമത്തിൽ കലാശിച്ച് അതൊരു പക്ഷേ കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചില പെരുമാറ്റങ്ങൾക്കാണ് റോഡ് റേജ് എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അടുത്ത് ഐവിൻ ജിജോ എന്ന് പറയുന്നൊരു യുവാവിന് ഇക്കാരണങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു, അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്താണ് ഈ റോഡ് റേജിന് കാരണം? എന്തൊക്കെയാണ് റോഡ് റേജ് ഉണ്ടാക്കുന്ന കാരണങ്ങളെന്ന് നമുക്ക് പറയാം. ഒരാൾ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുക, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുക. ഉടൻ തന്നെ ഈ വാഹനം ഓടിക്കുന്നവൻ്റെ ഇമോഷണൽ ബാലൻസ് തകരാറുകയാണ്. എന്തുകൊണ്ടാണ് ഇത് തകരാറാകുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ? ഒന്ന്, നമ്മുടെ ഇമോഷണൽ ബാലൻസ് ശരിയാക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അതേ ദേഷ്യം നമ്മളിലേക്ക് പകരുന്നുവെങ്കിൽ നമ്മളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വലിയ വട്ടപൂജ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. മറ്റൊരാൾ വിചാരിച്ചാൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ പുറകിൽ നിന്ന് നിർത്താതെ ഹോൺ അടിക്കുന്നവനോ നമ്മളെ തുടരെ മറികടക്കാൻ ശ്രമിക്കുന്നവനോ ഒക്കെ അത് അവൻ്റേതായ കാരണങ്ങളുണ്ടാകാമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് ഇത് നമുക്ക് പകുതിയിലേറെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് വലിയ മൂല്യമേറിയ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട്, ഒരു ഡോമിനൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നുണ്ട്. ഈ മൂല്യമേറിയ വാഹനം തൻ്റെ സ്വന്തമാണ് എന്ന് തോന്നുന്ന പോലെ തന്നെ ഈ ഞാൻ സഞ്ചരിക്കുന്ന പാതയും എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നുന്ന ഒരു ഡോമിനൻ്റ് ആറ്റിറ്റ്യൂഡും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് ഒരു അധികാര പ്രവണതയാണ്, അമിതാധികാര പ്രവണത. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവർ, നെടുമ്പാശ്ശേരിയിലുണ്ടായ ദാരുണ സംഭവത്തിൻ്റെ പുറകിലുള്ള കാരണം അതായിരുന്നു. ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾക്ക് അധികാരം അത് ഉള്ള സ്ഥലത്തോ സമയത്തോ അല്ലാതെ 24 മണിക്കൂറും എൻ്റെ മേലെ അധികാരമുണ്ടെന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടാകുന്നതും ഇത്തരം അക്രമങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചുരുക്കം ചില സിറ്റുവേഷനിൽ നമ്മുടെ പുറകിൽ ഒരാൾ വല്ലാതെ സാഹസികമായി നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു പക്ഷേ അയാൾക്ക് ഹൈപ്പർമാനിയ എന്ന മാനസിക തകരാറുണ്ടാകാം. ഹൈപ്പർമാനിയ എന്ന് പറഞ്ഞാൽ എനിക്കെന്തും കഴിയും, ഏത് രീതിയിൽ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയും, ഏത് തിരക്കുള്ള നിരത്തിലും എനിക്ക് അതിവേഗതയിൽ പാഞ്ഞു പോകാൻ കഴിയുമെന്നുള്ള തോന്നലാണ്. ഇനി നമ്മുടെ മുൻപിൽ ഒരാൾ ഒരു പക്ഷേ നമുക്ക് ഇതേപോലെ സൈഡ് തരുന്നില്ല, ഓവർടേക്ക് ചെയ്യാൻ നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് ഡെല്യൂഷണൽ ഡിസോർഡർ ഉള്ള ആളായിരിക്കാം. ഡെല്യൂഷണൽ ഡിസോർഡർ ചുരുക്കം ചില ആളുകളിലുണ്ട്. നമ്മളൊന്ന് പുറകിൽ നിന്ന് ഹോണടിച്ച് നമ്മളൊന്ന് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ വരുന്നവൻ മറികടന്നാൽ എന്നെ വട്ടം ചുറ്റി നിന്ന് എന്നെ അയാൾ ഒരു പക്ഷേ അടിക്കും, കൊല്ലും എന്നൊക്കെ വിചാരിക്കുന്ന ചില മിഥ്യാധാരണകളുടെ ഉടമകൾക്കാണ് ഡെല്യൂഷണൽ ഡിസോർഡർ ഉള്ള ആളുകൾ എന്ന് പറയും. നമ്മുടേതല്ലാത്ത വൈകാരിക തകരാറുകൾ കൊണ്ട്, മറ്റുള്ളവരുടെ തകരാറുകൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാരം എന്ന് മനസ്സിലാക്കുക. ഒന്ന്, ഡ്രൈവിംഗ് പരിശീലന കാലത്ത് തന്നെ ഇത്തരം ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ റോഡ് റേജിന് കാരണമാകാം. നിങ്ങൾക്ക് റോഡിൽ ഇതേപോലെ അനിഷ്ടകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒരിക്കലും നിങ്ങളുടെ വൈകാരിക നില കൈവിടാതിരിക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ എക്സസ് ആങ്കർ ഉണ്ടോ, നിങ്ങൾക്ക് എവിടെയൊക്കെ അമിതമായ ദേഷ്യമുണ്ടോ, ആ അമിതമായ ദേഷ്യമാണ് റോഡ് റേജിലും അവിടുന്ന് അങ്ങോട്ടുള്ള ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഒക്കെ കലാശിക്കുന്നത് എന്ന് അവർ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വികാരം എന്താണെന്നും സംസാരിക്കുന്നവൻ്റെ വികാരം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഒരു അനിഷ്ടകരമായ സാഹചര്യം ഉണ്ടായി നമ്മൾ ഒരാളുടെ വണ്ടിയിൽ പോയി തട്ടി, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു സോറി എന്ന വാക്കുകൊണ്ട് തീരാത്ത ഒരു പ്രശ്നവും ഈ ഭൂമി മലയാളത്തിലില്ല, ഈ ഭൂലോകത്തില്ല. ഒരു സോറി എന്നുള്ളൊരു വാക്ക് ഒരു പക്ഷേ ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഒരു പക്ഷേ ഒരു സോറി എന്ന വാക്കിൽ നിന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന്, ഡ്രൈവിംഗ് പരിശീലന കാലത്ത് തന്നെ റോഡ് റേജിനെ കുറിച്ച് ഒരു വലിയ പാഠം നൽകുക. രണ്ട്, സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. നമ്മുടെ എക്സ്റ്റേണലായ പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സ്ഥലത്ത് എത്തേണ്ടി വരും. ഒരു പക്ഷേ നമുക്ക് ജോലി സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷേ നമ്മുടെ ബോസിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടാകാം.
ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഭാര്യയുമായി കലഹിച്ചിട്ടായിരിക്കാം ഇറങ്ങിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത് ഭയങ്കര ചൂടായിരിക്കാം, അല്ലെങ്കിൽ ശബ്ദശല്യമായിരിക്കും. ഇതുപോലെയുള്ള ഒരുപാട് എക്സ്റ്റേണൽ സ്ട്രെസ് ഫാക്ടർ നമ്മൾ അറിയാതെ നമ്മുടെ ഡ്രൈവിങ്ങിൽ മിങ്കിൾ ചെയ്ത് ഇതുപോലെ നമ്മൾ ഇത്തരം അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് തുടക്കമിടാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിങ്ങിലേക്ക് കലർത്താതിരിക്കുക. മനസ്സിൻ്റെ ഒരു പ്രതിരോധ മെക്കാനിസമാണല്ലോ ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ളത്. ആരോടെങ്കിലും ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് അയാളോട് കാണിക്കാൻ പറ്റാത്തത് കാണിക്കാൻ പറ്റുന്ന ഒരുത്തനോട് കാണിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽപ്പെട്ട ആളുകളോട് ഇതേപോലെ നമ്മുടെ മനസ്സിലുള്ള വികാരം മൊത്തം കോരിച്ചൊരിയാതിരിക്കാനുള്ള ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാനും, ഇനി മറ്റൊരാളടുത്താണ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു പുഞ്ചിരിയോടുകൂടി ക്ഷമിക്കാനും കഴിഞ്ഞാൽ റോഡ് റേജ് എന്ന് പറഞ്ഞ ഒരു സംഗതിയേ ഉണ്ടാവില്ല ഓർക്കുക. റോഡ് റേജ് ഉണ്ടെങ്കിൽ നമ്മളും പങ്കാളിയാണ്. നമ്മുടെ മോശപ്പെട്ട വൈകാരിക നിലയാണ് അതിന് കാരണം. നമ്മളൊന്ന് സ്വയം വിലയിരുത്തുക. ഓക്കെ, താങ്ക് യു.